ഒരു ധ്യാനവാക്യം വായിക്കുന്നു. സുവിശേഷ ഭാഗത്ത് വായിച്ച മത്തായിയുടെ സുവിശേഷം 4-ാം അതിൻ്റെ 48-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, ഈ ഭാഗം. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്ന് വായിച്ച ഭാഗം നമുക്കറിയാം. മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാവുകയാണ്. ദൈവത്തിൻ്റെ പുത്രൻ മറിയയിലൂടെ ഭൂമുഖത്ത് ജന്മം കൊള്ളുകയാണ് എന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു. അത് കേട്ടപാടെ അവൾ സ്വയം അതിനുവേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവളെപ്പോലെ അവളുടെ കുടുംബത്തിലെ അംഗമായ എലിസബത്തിനെ കാണാൻ പോവുകയാണ്. എലിസബത്തിൽ നിന്നും അവൾക്ക് പ്രോത്സാഹനാത്മകമായ, അവളെ ധൈര്യപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന കുറേ വാക്കുകളുണ്ടായി. അവൾ വന്ദനം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ നന്ദിയോടെ സ്തുതി അർപ്പിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ടാണ് മറിയയുടെ പാട്ട്. പഴയ നിയമത്തിൽ അന്നയുടെ പാട്ട് ശമൂവേലിനെ ദൈവം നൽകുവാനായിട്ട് പോകുമ്പോൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പാട്ട് 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അതിൻ്റെ വരികളും ഇതിൻ്റെ വരികളും ഒക്കെ ഏതാണ്ട് സമാനമാണ്. ഇവിടെ മറിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുകയാണ്. അവൾ അനുഭവിക്കാൻ പോകുന്ന ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കുകയാണ്. കത്തോലിക്കാ സഭ നമുക്കറിയാം മറിയയെ വാഴ്ത്തപ്പെട്ടവളായും ദൈവത്തിൻ്റെ ദൈവിക സ്ഥാനത്തും ദൈവത്തിൻ്റെ അമ്മയായും അതുപോലെ മധ്യസ്ഥയായും ഒക്കെ അവർ വിശേഷിപ്പിച്ച് എത്രയോ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭ അപ്രകാരം പ്രാധാന്യം മറിയയ്ക്ക് കൊടുക്കാറില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു ഒരമ്മ എന്നുള്ള നിലയിൽ, കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഇനിയും വിശാലമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ, വ്യക്തി എന്ന നിലയിൽ, സ്ത്രീയോ പുരുഷനാകട്ടെ, എങ്ങനെ ഒരു കംപ്ലീറ്റ് സറണ്ടറായിട്ടുള്ള ജീവിതം നയിക്കാം, സമ്പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കാം, എങ്ങനെ ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം പ്രാപിക്കാമെന്ന് മറിയ പഠിപ്പിക്കുകയാണ്. മലയാളത്തിലെ ഒരു സാഹിത്യ നിരൂപകനാണ് KP അപ്പൻ. അദ്ദേഹത്തിൻ്റെ ഒരു പഠനം മറിയെക്കുറിച്ച് ഒരു പുസ്തകമായി അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ജീവിതം, മറ്റൊന്നിൻ്റെ ജീവിതമാണ്. ആ പുസ്തകത്തിൽ 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് തന്നെയാണ് മറിയയെ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിന് പോലും പിറക്കാൻ ഒരമ്മയെ വേണമായിരുന്നു. ദൈവത്തിന് പോലും പിറക്കാൻ ഒരമ്മയെ വേണമായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ആദിയിൽ ദൈവം ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ കാലസമ്പൂർണ്ണതയിൽ ദൈവം കന്യാമറിയത്തിൻ്റെ ഛായയിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഇവിടെ നാം വായിച്ച മറിയയുടെ പാട്ടിൽ മറിയ പറയുകയാണ്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതിയിൽ വാഴ്ത്തും. എന്താണ് ഇവിടെ ഭാഗ്യം എന്ന് പറയുന്നത്? വേദപുസ്തകത്തിൽ പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലാണ്, പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പൊ ഈ പരിഭാഷപ്പെടുത്തി വരുമ്പോൾ പല വാക്കുകളിൽ, പല പദപ്രയോഗങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇവിടെ എബ്രായ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഈ ഭാഗ്യവതി എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് മക്കാറിയൂസിൻ എന്നാണ്. മക്കാറിയൂസ്, അതിൻ്റെ അർത്ഥം ശരിക്കും ഭാഗ്യമെന്നല്ല, അനുഗ്രഹം എന്നാണ്, ബ്ലെസ്സിംഗ് എന്നാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഏതാണ്ട് അതിന് സമാനമായി തന്നെ ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒന്നാമത്തെ ഈ മറിയ പറഞ്ഞ വാക്യത്തിൽ ഭാഗ്യവതി എന്ന് വായിച്ചെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണ്? Surely from now on all generations will call me blessed. അപ്പോൾ ബ്ലസ്സഡ്, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച ആളായിട്ട് എന്നെ കാണും എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ മറിയ പറയുന്നത് ഞാൻ ഭാഗ്യവതി എന്നല്ല, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നാണ്. ഈ കൊന്ത കഴിയുമ്പോൾ മറിയെക്കുറിച്ച് മറിയോട് മധ്യസ്ഥം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ കത്തോലിക്കാ സഭ പ്രാർത്ഥിക്കുന്ന നമുക്കെല്ലാം അറിയാം. നമ്മുടെ ദേശത്ത് ധാരാളം പേര് പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന.
പറയുന്ന സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നില്ല, ഭാഗ്യമുള്ളവളാകുന്നില്ല. അപ്പൊ ഇത് നമ്മൾ ഭാഗ്യം എന്നുള്ളതിന് ബൈബിൾ വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട എന്ന അർത്ഥത്തിൽ വായിക്കാൻ ശ്രമിക്കണം. എന്താണ് അനുഗ്രഹവും ഭാഗ്യവും തമ്മിലുള്ള വ്യത്യാസം? ഭാഗ്യം നമുക്ക് കിട്ടാതിരിക്കാനും കിട്ടാനും സാധ്യതയുണ്ട്. ഭാഗ്യം ഒരു പരീക്ഷണമാണ്, നമുക്കറിയാം. ഭാഗ്യം എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടുന്ന നന്മകളെയാണ് നമ്മൾ ഭാഗ്യം. ലോട്ടറി അടിച്ചാൽ ഭാഗ്യം പോലെ, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ജോലി കിട്ടിയാൽ ഭാഗ്യം പോലെ. എന്നാൽ എന്താണ് അനുഗ്രഹം? അത് ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രവൃത്തിക്ക് അനുസൃതമായി നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് കിട്ടുന്നതാണ് ബ്ലെസ്സിംഗ്, അനുഗ്രഹം. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്നത് കിട്ടാതിരിക്കാം, അത് നമ്മുടെ ജീവിതത്തിലെ യാത്രയിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം തരുന്ന നമ്മുടെ പ്രവൃത്തിക്ക് അനുസൃതമായ ഒരു പ്രതിഫലമാണ്. പഴയ ദൈവത്തിൽ നമുക്കറിയാം, പുറപ്പാട് പുസ്തകവും ആവർത്തന പുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് ദൈവവും ഇസ്രായേലിനും ആയിട്ടുള്ള ഉടമ്പടികളാണ്. മോശയിലൂടെയാണ് ആ ഉടമ്പടി ദൈവം നടത്തുന്നത്. ആ ഉടമ്പടികളെല്ലാം കണ്ടീഷണലാണ്, ഉപാധികൾ വെച്ചുള്ളതാണ്. ദൈവം പറയും, നീ ഇന്നത് ചെയ്താൽ, നീ ഇന്ന കാര്യങ്ങളനുസരിച്ചാൽ, എൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിച്ചാൽ, നീ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. ഇസ്ഹാക്കിനെയും അബ്രഹാമിനെയും ദൈവം അനുഗ്രഹിക്കും. നീ ഇന്നത് പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നീ എൻ്റെ വാക്ക് കേട്ടത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കണ്ടീഷണലാണ്. ദൈവത്തിന് നാം ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് കിട്ടുന്ന പ്രതിഫലമാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ അനുഗ്രഹം പ്രാപിക്കാനായിട്ട്? മറിയ എങ്ങനെയാണ് ഈ അനുഗ്രഹത്തിന്റെ അനുഭവത്തിൽ എത്തിച്ചേർന്നത്? അതാണ് സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഭാഗ്യവചനങ്ങളാണ്. നമ്മളതിനെ ഭാഗ്യവചനങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഈ അനുഗ്രഹം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കും, ബ്ലെസ്സഡ് ആർ ദോസ് ഹു ആർ പൂർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടവർ. ബ്ലെസ്സഡ് എന്നാണ് ഓരോ ഭാഗ്യവചനങ്ങളുടെയും കൂടെ ചേർത്ത് പറയുന്നത്. അപ്പൊ അവിടെ 8 അനുഗ്രഹത്തിന്റെ വചനങ്ങളാണ്, അർത്ഥഭാഗ്യങ്ങൾ, 8 ബ്ലെസ്സിങ്സ് നമുക്ക് പറയാം. മഖാനിയൂസ് അനുഗ്രഹം. അപ്പൊ 8-ലും നമ്മൾ കാണുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശുദ്ധരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ 8 കാര്യങ്ങളാണ്. ഈ 8 കാര്യങ്ങളും അനുവർത്തിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ. അപ്പൊ ഒരു ദൈവാനുഗ്രഹത്തിന്റെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ, പഴയ നിയമത്തിൽ ഒരുപാട് സംഭവങ്ങൾ ദൈവം പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന അനുസരിച്ച് ഈ 8 പ്രമാണങ്ങളും പാലിക്കുന്നവർക്കാണ് ജീവിതത്തിൽ അനുഗ്രഹമുള്ളത്. അപ്പൊ മറിയയെ സംബന്ധിച്ച് ഈ 8 പ്രമാണങ്ങളും നമ്മൾ എടുത്ത് നോക്കുക. ഈ ഭാഗ്യവചനങ്ങളുടെ 8 വാക്യങ്ങൾ ഇത് മറിയ ജീവിതവുമായി നമ്മളൊന്ന് ഓടിച്ച് ധ്യാനിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാവും, ഈ 8 പ്രമാണങ്ങളും പാലിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മറിയയുടെ. അതുകൊണ്ടാണ് മറിയയുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹം ഉണ്ടായത്. യേശു ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, യേശു പിന്നീടാണ് ജനിച്ചത്, യേശു ഇത് നമ്മളെ പഠിപ്പിച്ചത്, ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. എന്നാൽ അതിന് വളരെ മുമ്പ് തന്നെ മറിയ ഈ 8 കൽപ്പനകളും പാലിച്ച ഒരാളാണ് നമുക്ക് വളരെ മനസ്സിലാക്കാം. ഇതിൽ 8 കൽപ്പനകളും 8 പ്രമാണങ്ങളും നമുക്ക് ധ്യാനം ചെയ്യേണ്ടതായിരുന്നു, ധ്യാനിക്കേണ്ടതായിരുന്നു. അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്കും ജീവിതത്തിൽ അനുഗ്രഹത്തിന് വേണ്ടി മനസ്സിലാക്കാനാണ്. എന്നാൽ ഒരു ആദ്യത്തെ വാക്യം മാത്രം നമുക്ക് ധ്യാനിക്കാം. അതായത് സുവിശേഷം 3-ാം വാക്യത്തിൽ പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം. അപ്പൊ മറിയ പാലിച്ച 1-ാമത്തെ പ്രമാണം എന്ന് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുന്നത് ബ്ലെസ്സഡ് ആർ പൂർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ
ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. എന്താണ് ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയില്ലേ, ദാരിദ്ര്യം ഇല്ലാത്ത അവസ്ഥയാണ്. ഇല്ലാത്തത് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുട്ടി വായിച്ചാൽ ആത്മാവില്ലാത്ത അവസ്ഥ എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് CSI സഭകളെ വെച്ചെന്ന് പലരും പറയുന്നുണ്ട്, സഭയിൽ ആത്മാവില്ല. അപ്പോൾ അതാണോ ഈ ആത്മാവിൽ ദാരിദ്ര്യം പറയുന്നത്? ഇവിടെയും നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ തന്നെ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി കണ്ടെത്താനായിട്ട് ആ ഭാഷ ആശ്രയിക്കുന്നത്. കാരണം ഗ്രീക്ക് ഭാഷയിലാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഈ ദാരിദ്ര്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തോക്കോയിൽ എന്നാണ്. തോക്കോയിൽ ഈ വാക്കിൻ്റെ അർത്ഥം യാചിക്കുക, വെക്കുക അല്ലെങ്കിൽ കെഞ്ചുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ആത്മാവിന് വേണ്ടി യാചിക്കുന്നവരാണ് ഭാഗ്യവാൻ. അതാണ് ഇതിൻ്റെ മൂലഭാഷയിലാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മൂലഭാഷ നമ്മൾ വായിച്ചാൽ ഇങ്ങനെയാണ്: ആത്മാവിന് വേണ്ടി യാചിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. പിന്നെ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ വേണം. ആത്മാവിന് വേണ്ടി യാചിക്കുന്നവർ ദൈവാനുഗ്രഹം പ്രാപിച്ചു. എന്നാൽ ആത്മാവ് പ്രാപിക്കാൻ, അഥവാ ആത്മാവിലൂടെ ദൈവത്തെ പ്രാപിക്കാൻ കെഞ്ചുന്ന ഒരു മറിയെയാണ് നമ്മൾ കാണുന്നത്. ഹന്നയെ പറയുന്നത് അങ്ങനെയാണ്. ദൈവാലയത്തിൽ നിന്ന് ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. മറിയയിൽ അങ്ങനെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഭക്തിയിലും ജീവിച്ചൊരു വ്യക്തിത്വമാണ്. ദൈവം മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ. അത് സമ്മതിക്കുന്നതാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനാണ് ഗ്രിഗറി എന്ന് പറയുന്ന ഒരു ഭക്തൻ. മിസ്സിയായ അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് ഈ അടുത്ത കാലത്ത് 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പ് പണ്ഡിതനുമായ പൗലോസ് മാർ ഗേറിയോസ് അദ്ദേഹം പഠനം നടത്തി. എന്നിട്ട് ഈ വാക്യത്തെ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്നുള്ള വാക്യത്തിന് അദ്ദേഹം കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളാണ്: എ പേഴ്സൺ who poor in spirit is a person who deserves help from the Almighty God. ദൈവത്തിൽ നിന്നും സഹായം കെഞ്ചുന്നവരാണ് ആത്മാവിൽ ദരിദ്രൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആരാണ് ആത്മാവിൽ ദരിദ്രൻ? ദൈവത്തിൽ നിന്നും സഹായം കെഞ്ചുന്നവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ പടിയാണ് നമ്മൾ വായിച്ചത്. 8 പടികളിൽ ഒന്നാമത്തെ പടി ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാൻ. ചുരുക്കത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ തൂണ്, അഥവാ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്, ദൈവമേ നീയാണ് എൻ്റെ സർവ്വം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സഹായത്തിനായിട്ട് കെഞ്ചുന്നവരാണ് ആകണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ നെടുന്തൂണായിട്ട് മാറണമെന്നാണ് ഈ മറിയയുടെ പാട്ടിൽ മറിയയുടെ പാട്ടിൽ വായിക്കുന്നത്. ലൂക്കോസ് 1:26 നമ്മൾ വായിക്കുന്നു. ഈ ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയെ സന്ദർശിച്ച് നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാവുകയാണ് എന്ന് പറയുമ്പോൾ 38-ാം വാക്യത്തിൽ മറിയ പറയുന്ന ഒരു ഭാഗമുണ്ട്: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അതാണ് ആത്മാവിലെ അവരുടെ ദാരിദ്ര്യം. എന്താണ്? കംപ്ലീറ്റ് സറണ്ടർ, ഒരു സമ്പൂർണമായ ദൈവത്തിൻ്റെ മുമ്പിലുള്ള സമർപ്പണം. എനിക്കായിട്ടൊന്നുമില്ല, ഞാൻ നിന്റെ ദാസിയാണ്, നിനക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഇതാ എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ ബിഹോൾഡ് എന്നാണ്. ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം വെറുതെ കൈകാന്ന് പറയുന്നതല്ല. അപ്പുറം എനിക്ക് വേറെ ഒന്നും പകരം തരാനില്ല. നമ്മൾ കാണിക്ക കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് അതിനെ സ്വീകരിക്കണം. അപ്പോൾ നമ്മളെ ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം നമ്മൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു, കാണിക്കാൻ. എന്നാൽ ഇവിടെ നമ്മൾക്ക് പകരം കൊടുക്കാൻ വേറെ ഒന്നുമില്ല. വേറെ എന്ത് കൊടുത്താലും അതിന് പകരമാവില്ല. അപ്പൊ പകരം വയ്ക്കാനില്ലാത്ത ഒരവസ്ഥ, ഒരു സമർപ്പണം, അതിനെയാണ് ഇതാ എന്ന് മറിയ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. പൗലോസ് പറയുന്നത് ഇനി ഞാനല്ല, കർത്താവാണ് എന്ന് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസൻ. ഇത് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഇതിന്
ഇതിനെയാണ് ഒരു പരിപൂർണമായ ആത്മീയത എന്ന് പറയുന്നത്. ഈ ആത്മീയതയിലൂടെയാണ് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് പോകുന്നത്. പലപ്പോഴും നമ്മുടെ ഈ ആത്മീയതയെ കുറിച്ച് ഭക്തന്മാർ പറയുന്നത് 3 തരത്തിലാണ്. ഒന്ന് സീസണൽ സ്പിരിച്വാലിറ്റി. സീസൺ വരുമ്പോൾ ആത്മീയത വരും. ഞായറാഴ്ചകളിൽ നമ്മൾ ആത്മീയത കാണിക്കുന്നു. ഏതെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും ആരാധനകളും ശുശ്രൂഷകളും വരുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മീയത ഉണ്ടാകും. എന്നാൽ മറ്റു ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയത എങ്ങനെയാണ്? വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നത് ഇൻസിഡന്റൽ സ്പിരിച്വാലിറ്റി എന്നാണ്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ ദൈവത്തെ കാണും. മറ്റൊരു പരീക്ഷയാണ്. ഇന്ന് വരെ നീറ്റ് പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ, രോഗം വരും, നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പ്രാർത്ഥന ആവശ്യം. ഇങ്ങനെയൊക്കെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലെ പ്രാർത്ഥനയാണ് നമ്മൾ ഇൻസിഡന്റൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത് പറയും ഒക്കേഷണൽ സ്പിരിച്വാലിറ്റി. ഈസ്റ്ററിനും ക്രിസ്മസിനും സമാധാനത്തിനും ഒക്കെ മാത്രം സഭയിൽ പോകുന്ന ഒക്കേഷണലായ അത്യാവശ്യത്തിന് മാത്രം പോകുന്ന സ്പിരിച്വാലിറ്റിയാണ് ഈ ഒക്കേഷണൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദന്റെ ഗുരുവാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് വെള്ളത്തിലൂടെ ഒഴുകുന്ന വള്ളം പോലെയാകണം ജീവിതം. അതിനകത്തൊരു അർത്ഥമുണ്ട്. അദ്ദേഹം യേശുവിനെ പോലെ ഉപമകൾ ഉപയോഗിച്ച് പഠിപ്പിച്ച ഒരാളാണ്. വെള്ളത്തിലൂടെ ഒഴുകുന്ന വള്ളം പോലെയാകണം ജീവിതം. എന്താണ് അതിന്റെ പ്രത്യേകത? വള്ളം ഓടണമെങ്കിൽ വെള്ളം വേണം. പക്ഷെ ഈ വെള്ളം വള്ളത്തിൽ കയറിയാലും വള്ളം. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ മാലിന്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ കൊറോണ പോലുള്ള പകർച്ചവ്യാധികളും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷെ ജീവിക്കുമ്പോൾ ഈ മാലിന്യങ്ങളും തിന്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് വന്നാലോ നമ്മൾ മുങ്ങിപ്പോകും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വെള്ളത്തിൽ ഒഴുകുന്ന വള്ളം. അതൊരു മാതൃകയാണ്. അത് വെള്ളം ഉണ്ടെങ്കിൽ ഒഴുകാൻ പറ്റും. ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഈ സമൂഹത്തിന്റെ ഘടനകളിലൊക്കെ നമ്മൾ നിലനിൽക്കണം. പക്ഷേ അവിടെ നിൽക്കുമ്പോഴും അത് നമ്മുടെ ഉള്ളിലേക്ക് വരാതെ, അത് നമ്മൾ മുക്കിക്കളയാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഇതിനെയാണ് അങ്ങനെ മുങ്ങിപ്പോകുന്ന അവസ്ഥകളെയാണ് ഈ ഇൻസിഡന്റൽ സ്പിരിച്വാലിറ്റി എന്നും ഒക്കേഷണൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഈ സ്പോർട്സ് നമ്മൾ കളിക്കുമ്പോൾ ഈ പോൾ വാൾട്ട് എന്നൊരു കളിയുണ്ട്. നല്ല രസമാണ്, അത് കാണാൻ നല്ല രസമാണ്. പക്ഷെ ഞാനതിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പോൾ വാൾട്ടിൽ പ്രത്യേക വലിയ നീളമുള്ള വടിയുണ്ട്. അതിനെ പിടിച്ചുകൊണ്ട് ഒരാൾ ഓടി വരും. ഈ കളിക്കുന്ന ആൾ ഓടി വന്നിട്ട് ഒരു പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ, ഒരു പോയിന്റിലെത്തുമ്പോൾ ആ വടി ഊന്നിയിട്ട് ഇയാൾ ഉയരത്തിലോട്ടങ്ങ് ചാടും. ചാടി കഴിയുമ്പോൾ ഈ വടി അയാൾ കയ്യിൽ നിന്ന് പോകും. നമ്മുടെ ജീവിതത്തിൽ ഉയരാനും നമ്മെ ഉയർത്താനും ദൈവം ആവശ്യമാണ്. പക്ഷെ ഉയർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വടിയെ ഉപേക്ഷിക്കും, ദൈവത്തെ ഉപേക്ഷിക്കും. എന്നാൽ പൗലോസ് പറയുന്നു, ഈ മറിയ പറയുന്ന നോക്കുക, ഇതാണ് ഞാൻ കർത്താവിന്റെ ദാസി. അതാണ് അവളുടെ ജീവിതത്തിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളുടെ തലമുറകൾ പറയുവാൻ ഒന്നാമത്തെ കാരണം. പൗലോസിന്റെ ഭാഷയിൽ പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇവിടെ കർത്താവിന്റെ ദാസി എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിനാൽ നിർമ്മിക്കപ്പെട്ടവളാണ്. കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനും കർത്താവിന് വേണ്ടി എല്ലാ കഷ്ടതകളും സ്വീകരിക്കുവാനും ഒരുക്കപ്പെട്ടവളാണെന്ന് അർത്ഥം. ദൈവം മറിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഗബ്രിയേലിനെ അയക്കുമ്പോൾ, ഗബ്രിയേൽ എന്നൊക്കെ പറയുമെങ്കിലും ദൈവം മറിയെ തിരഞ്ഞെടുത്തു. പക്ഷേ കർത്താവിനെ ജനിപ്പിക്കുവാൻ മറിയയുടെ ഒരു സമ്മതപത്രം ആവശ്യമുണ്ട്. മറിയയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ആവശ്യമുണ്ട്. ആ മറുപടിയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ. ജീവിതത്തിന്റെ ഏതവസ്ഥയിലും നമുക്ക് പറയാൻ സാധിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ദൈവത്തിന്റെ ദാസിയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മുടെ ഒരു സമ്മതം ആവശ്യമാണ്. അതാണ് മറിയപ്പോൾ പറയുന്നത്. അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ ഇന്നു മുതൽ നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവബന്ധത്തിന്റെ ആഴമായ ഒരു ദർശനമാണ് മറിയം പ്രിയമുള്ളവരെ. ഈ COVID-19 പശ്ചാത്തലം നമ്മളെ
വീണ്ടും കർത്താവിനോട് അടുത്തു വരാൻ ഉള്ളൊരു അവസരമായി നമ്മൾ കാണുന്നുണ്ടോ? നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് കയറി വരുമ്പം കാര്യങ്ങൾ പറയും, സാനിറ്റൈസ് തേച്ചിട്ട് അത് കാര്യമുണ്ട്, തുടരുത്. അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്തവർ പോലും നമ്മളെ ദൈവത്തില്ല വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ മാസ്ക് വയ്ക്കുന്നു, പുറത്ത് വയ്ക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നു പണ്ടേ നമ്മൾ ഈ മാസ്ക് അകത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. പലതരം മാസ്കുകളാണ് നമ്മൾ വയ്ക്കുന്നത്. അച്ഛനെ കാണുമ്പോൾ ഒരു മാസ്ക്, മാതാപിതാക്കളെ കാണുമ്പോൾ വേറൊരു മാസ്ക്, കൂട്ടുകാരെ കാണുമ്പോൾ മറ്റൊരു മാസ്ക്, അധ്യാപകരെ കാണുമ്പോൾ വേറൊരു മാസ്ക്. ഇതിങ്ങനെ കാലങ്ങളായി നമ്മൾ വെച്ചോണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ COVID-19 നമ്മൾ ഒരു ദുരിതമായിട്ട് കാണുന്നെങ്കിലും ഒരുപാട് നല്ലത് നടക്കുകയാണ് ലോകത്ത്. നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഓസോൺ പഠനത്തിൻ്റെ അവിടെ വിള്ളലൊക്കെ കുറച്ച് കുറഞ്ഞു വരികയാണ്. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കുന്നുണ്ട്. എനിക്ക് പേപ്പറിൽ വായിച്ച കാര്യമാണ്, പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുകൊണ്ട് നമ്മുടെ നഗര നേതൃത്വങ്ങൾ കൊണ്ട് ഹിമാലയ പർവ്വതം കാണാനാണ്. അതുപോലെ ബീഹാറിലെ പാറ്റ്നയിൽ നിന്നുകൊണ്ടും ഈ ഹിമാലയ പർവ്വതം കാണാൻ തെളിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ പഠനത്തിൻ്റെ സമയത്ത് ഞങ്ങൾ സിക്കിമിൽ പോയി. സിക്കിം എന്ന് പറയുന്ന ഹിമാലയത്തിൻ്റെ അടുത്താണ്, ചൈനയുടെ അടുത്താണ്. അപ്പോൾ ഈ ഗാംഗ്ടോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് തലസ്ഥാനത്ത് അവിടെ പോയാൽ ഞങ്ങളുടെ അധ്യാപകൻ ആസാംകാരായിരുന്നു, അദ്ദേഹത്തെ കുറച്ചുകൂടെ അറിയാം. അദ്ദേഹം പറഞ്ഞു, നമ്മൾ കുറച്ചുകൂടെ നടന്നു പോയാൽ ഇത് കാണാം, ഈ ഹിമാലയം കാണാം. ഞങ്ങൾ ഹിമാലയം കാണാൻ വേണ്ടി ആദ്യം ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞ പോയിന്റിൽ പോയി കാണാൻ പറ്റുന്നില്ല, മേഘങ്ങളെല്ലാം കൂടി നിൽക്കുക, പുകവെള്ളത്തിനെല്ലാം കൂടി നിൽക്കുക. വീണ്ടും അദ്ദേഹം പറഞ്ഞു, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. വീണ്ടും പോയി ഒരുപാട് പേര് നടന്നിട്ട് ഹിമാലയം അവിടെ ഉണ്ടെന്ന് സാർ പറഞ്ഞതല്ലാതെ ഞങ്ങൾക്ക് ആ പുകപ്പടലം കൊണ്ട് കാണാൻ കഴിയും. ഇപ്പോൾ ലുധിയാന എവിടെ ഇരിക്കുന്നു, പാറ്റ്ന എവിടെ ഇരിക്കുന്നു, എത്രയോ അകലെ അവിടെ ഇരുന്നുകൊണ്ട് പോലെ ഹിമാലയം കാണാമെന്ന് പറഞ്ഞാൽ അന്തരീക്ഷം ഇങ്ങനെ തെളിഞ്ഞു വരികയാണെന്നാണ് അർത്ഥം. ഇത് പ്രകൃതിക്ക് ദൈവം കൊടുത്ത ബ്ലസ്സിംഗാണ്, അനുഗ്രഹമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രകൃതിയായി ദോഷം ചെയ്തിട്ടില്ല, മനുഷ്യനാണ് പ്രകൃതിയെ ദോഷം ചെയ്തത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ മനുഷ്യൻ പഠിച്ചോ? ഇത് വലിയ ചോദ്യമാണ്. മനുഷ്യൻ പഠിച്ചോ? ഈ കൊറോണ നമ്മുടെ നാട്ടിൽ പീക്കിലിരിക്കുമ്പോൾ, ഉയരത്തിലിരിക്കുമ്പോൾ ഇരട്ടപ്പോലെ കോവിഡ് പോസിറ്റീവായി നിർണയിച്ച ഒരു പെൺകുട്ടിയെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ രക്ഷകനായിട്ട് വരേണ്ട ആംബുലൻസ് ഡ്രൈവർ അവിടെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. ഹെൽത്ത് വർക്കർ ഇവർക്ക് കോവിഡ് ഇല്ല എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ട ആളുകൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. രക്ഷകർ തന്നെ ദൈവം സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നവർ തന്നെ ശിക്ഷകരായിട്ട് മാറുകയാണ്. കോവിഡിന് മുമ്പ് അതിനുശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ രണ്ടായിട്ടും തിരിച്ചു നോക്കുക. നമ്മുടെ ജീവിതചക്രം കോവിഡിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്? ഈ വലിയ മാറ്റം, എന്തെങ്കിലും മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് കൊണ്ട് കേട്ടു, 4000 ജോഡി ചെരുപ്പുകൾ മുഖ്യമന്ത്രി എങ്ങനെയാണ്, 26,000 സാരികൾ ഉള്ള അവസ്ഥയാണ്. ഇപ്പൊ അവരുടെയാണ്. ഇപ്പോൾ ആ സ്വത്തുക്കളെല്ലാം സഹോദരിമാരും സഹോദര മക്കളും മറ്റു പ്രിയ പാർട്ടിക്കാരും ഒക്കെ അവകാശം പറഞ്ഞ് കേസ് നടത്തി. ഞാൻ പറഞ്ഞത് ചുരുക്കമാണ്. ഒരു രോഗം പ്രകൃതിയെ പാഠം പഠിപ്പിച്ചു, പ്രകൃതിയെ നേരെയാകാനായിട്ട് പഠിപ്പിച്ചു. പക്ഷേ പ്രകൃതിയേക്കാൾ എത്രയോ തേജസ്സോടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് അത് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ പുറകോട്ടം ചിന്തിച്ചു നോക്കുക. എത്രയോ സമയം കോവിഡിൻ്റെ കാലമല്ല, അതിന് മുമ്പ് എങ്ങനെ നമ്മൾ നടക്കും, എങ്ങനെ നമ്മളെ മക്കളെ പഠിപ്പിക്കും, എങ്ങനെ നമ്മൾ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കും, എങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയും എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആശങ്കപ്പെട്ടിട്ടില്ലേ, ഭയപ്പെട്ടിട്ടില്ലേ? പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ അർഹിക്കാത്ത എത്രയോ തലങ്ങളിലൂടെ അവൻ നടത്തി. അന്ന് നമുക്ക് ദൈവത്തെ വേണം
പ്രാർത്ഥിച്ചു. പക്ഷേ എല്ലാം തികഞ്ഞപ്പോൾ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിയപ്പോൾ നമ്മൾ ദൈവത്തെ ഓർമ്മിക്കുന്നുണ്ട്. മറിയം പാടിപ്പിക്കുന്ന പാടങ്ങൾ, ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിട്ടുണ്ട്. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തുകൊണ്ട് എല്ലാവരും എന്നെ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് വാഴ്ത്തും. ഈ സാക്ഷ്യവും നമുക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. വിഭക്തനായ മനുഷ്യൻ എഴുതിയത് വായിക്കുവാൻ പറയുകയാണ്, പ്രതിസന്ധികളുടെ മുനമ്പിൽ ദൈവം നമ്മെ എത്തിക്കുമ്പോൾ ഭയപ്പെടരുത്. ഒന്നുകിൽ അവൻ നമ്മെ താങ്ങും, അല്ലെങ്കിൽ അവൻ നമ്മെ എങ്ങനെ അതിൽ നിന്ന് പറന്നുയരാമെന്ന് പഠിപ്പിക്കും. അപ്പോൾ ഒന്നുകിൽ അവൻ നമ്മളെ കെയർ ചെയ്യും, അല്ലെങ്കിൽ അവൻ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഉപദേശി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാടി, ഈ പ്രശ്നങ്ങൾ തീരും. ഏത് വൈശ്വര്യമുള്ള കുന്നുകളും കരകയറുവാൻ ദൈവം നമുക്ക് ശക്തനാണ്. ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധുക്കളായി നമുക്ക് എന്തിനാണ് കേൾക്കുന്നത്? നമുക്ക് ശക്തിയാകുന്നത് മറിയാം. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടത് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തോടെയാണ്, ആത്മാവിൽ ധൈര്യമാകുന്നതാണ്. അതുകൊണ്ട് അവർ അനുഗ്രഹിക്കുന്നതാണ്. നമുക്ക് ദൈവമേ, നീ എന്നിലേക്ക് വരുമോ, നിന്റെ ആത്മാവിനെ എന്നിൽ തരുമോ എന്ന് യാചിക്കാമോ? അത് പ്രതിസന്ധി ഘട്ടങ്ങളിലല്ല, സന്തോഷമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും പ്രശ്നങ്ങളുള്ളപ്പോഴും പ്രശ്നമില്ലാത്തപ്പോഴും എല്ലാം ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ആയിത്തീരാം. അതിന് ദൈവത്തിൻ്റെ നമ്മെ സഹായിക്കാം.